കൂട്ടുകാരെ വണ്ടി കച്ചവടമൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്കിന്നൊരു ഫുഡ് ഇടി വീഡിയോ ആയാലോ. ഫുഡ് ഇടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഗതിയല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് നമ്മളിത് കഴിക്കാൻ പോണത്. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസും ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, അതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു അൽഫാമാണ്. ഈ അൽഫാമിൻ്റെ പേര് സ്വീറ്റ് ആൻഡ് സ്പൈസി ചിക്കൻ എന്നാണ്. നമ്മുടെ അഷ്ടമിച്ചിറയിലാണ്, തൃശ്ശൂർ ജില്ലയിലെ അഷ്ടമിച്ചിറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ളൊരു കടയാണ്. അപ്പോൾ ഈ അൽഫാമിൻ്റെ കൂടെ ഞങ്ങളാകെ 4 പേരാണ് ഉള്ളത്. അതിൻ്റെ കൂടെയുള്ള ഒരു പൊറോട്ടയാണ് കൂടുതലുള്ളത്. പിന്നെ പറയാനുള്ളത് ഈ സ്ഥലത്തിൻ്റെ ആംബിയൻസ്. മിക്കവാറും ആംബിയൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഫുഡ് ടേസ്റ്റി ആവാറില്ല. പക്ഷേ ഇവിടെ ടേസ്റ്റിയുമാണ്, ആംബിയൻസ് അതിനേക്കാൾ അടിപൊളിയാണ്. സീറ്റിങ്ങൊക്കെ പക്ക അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലെവലിലാണ് ഉണ്ടാകുക. നല്ല അടിപൊളി സീറ്റിങ്, അതുപോലെ തന്നെ നല്ല സ്പേസ്, അതുപോലെ അതിൻ്റെ പുറംഭാഗവും കാര്യങ്ങളും എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ല വൃത്തി വെടുപ്പുള്ള ഒരു അന്തരീക്ഷവും, അതുപോലെ തന്നെ വെരി ഹൈ ആയിട്ടുള്ളൊരു പ്രൈസൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് കംഫർട്ടാവുന്ന ഒരു പ്രൈസ് തന്നെ ഉള്ളൂട്ടോ. ഇനി ഭക്ഷണത്തെക്കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വീറ്റ് ആൻഡ് സ്പൈസി എന്ന് പറഞ്ഞിട്ടുള്ള ചിക്കൻ അൽഫാമാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. അപ്പോൾ അൽഫാമിൻ്റെ കൂടെ ഇവിടെ പൊറോട്ടയാണ് ലഭ്യമാവുക. നമുക്ക് സെപ്പറേറ്റ് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്തായാലും പൊറോട്ട എനിക്ക് അത്ര വലിയ പ്രിയപ്പെട്ട പലഹാരമൊന്നുമല്ല. അപ്പോൾ എന്തായാലും കേരളത്തിലുള്ള ആൾക്കാർക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. എനിക്ക് പൊറോട്ടയോട് അത്ര വലിയ താല്പര്യമില്ല. നല്ല ഫ്രഷ് പൊറോട്ട ഫ്രണ്ടിൽ കൊണ്ടുവച്ചപ്പോൾ മനസ്സിനൊരു ചാഞ്ചാട്ടം. കഴിച്ചു നോക്കിയപ്പോൾ ഗംഭീര പൊറോട്ടയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് ഈ പൊറോട്ട കഴിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഞാൻ മിക്ക അൽഫാം കഴിക്കുമ്പോൾ മിക്ക ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഈ ചട്നി ഉണ്ടല്ലോ, ഇത് കഴിക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിനേനെ മല്ലിരയൊക്കെ ഭയങ്കര കുത്തുണ്ടാവും. ഇതങ്ങനെയല്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അതുപോലെ മയോണൈസൊന്നും വലിയ കലാപമൊന്നുമില്ല. രണ്ടും കൂട്ടി അടിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി അൽഫാമിനെ കുറിച്ച് പറയാം. നല്ല എന്താ പറയുക, ഉള്ളിലൊക്കെ നന്നായി വെന്ത് നല്ല രസമായിട്ടുള്ള ഒരു അൽഫാം, ടേസ്റ്റിയുമാണ്. ഈ പേര് സൂചിപ്പിക്കും പോലെ സ്വീറ്റ് ആൻഡ് സ്പൈസി എന്നുള്ളത് നമ്മുടെ പേര് തന്നെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും മധുരമുണ്ട്, കുറച്ച് എരിവുണ്ട്. ഇത് രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു വിഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന അൽഫാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ടേസ്റ്റും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ അനുഭവപ്പെടും. തീർച്ചയായിട്ടും ഈ സ്വീറ്റ് കടന്നു വരുന്നതുകൊണ്ട് കൊളാവോ എന്നുള്ള കാര്യം പേടിക്കേണ്ട, പക്കയാണ്. മീറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഉള്ളിലൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. നമുക്ക് ചില സ്ഥലത്തു നിന്നൊക്കെ അൽഫാം കഴിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പിടിക്കാത്തതിൻ്റെ പ്രധാന കാരണം പക്കയായിട്ട് വെന്തിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഇത്. മറ്റേ നമ്മൾ ചില വീഡിയോയിലൊക്കെ ടർക്കിഷ് ഷെഫുമാരൊക്കെ ഇങ്ങനെ കുടഞ്ഞിടില്ലേ, അതുപോലെ അല്ലെങ്കിൽ കൂടി അതിനടുത്ത് വരാവുന്നതൊക്കെ വിധത്തിൽ ഉള്ളിൽ വേവ് നന്നായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തന്നെ ഫീലാവും. അതുപോലെ തന്നെ പൊറോട്ടയും അടിപൊളിയാണ്, വിലയും വർത്താനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. എന്നിട്ട് പറയാം, ലോക്കൽ സെറ്റപ്പല്ല, നല്ല സെറ്റപ്പാണ് ഇൻറ്റീരിയർ ഉള്ളത്. ടേസ്റ്റിയുമാണ് ഫുഡ്. ഈ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വില പറയുവാണെങ്കിൽ ഒരു ഫുള്ളിന് 490 രൂപയാണ് സ്വീറ്റ് ആൻഡ് സ്പൈസി എന്ന് പറഞ്ഞിട്ടുള്ള അൽഫാം ഫുള്ളിന് വരുന്നത്. വെറും 490. നമുക്കറിയാം ബാക്കിയുള്ള അൽഫാം മോഡലൊക്കെ നോർമൽ ഈ പ്രൈസ് തന്നെ ആയിരിക്കും. 450 മുതൽ 500 വരെയുള്ള ഒരു പ്രൈസ് തന്നെ ആയിരിക്കും എല്ലായിടത്തും വിചാരിക്കുന്നു. അങ്ങനെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. എൻ്റെ ഫസ്റ്റ് കഴിച്ചു കഴിഞ്ഞു, യുവമാരൊക്കെ കഴിച്ച് അങ്ങോട്ട് വരുന്നുള്ളൂ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ യുവമാരോട് ചോദിച്ചപ്പോഴും ഇവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഒരുവിധം പ്ലേറ്റുകളൊക്കെ കാലിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുക അങ്ങനെ എനിക്ക് മധുരത്തോട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ടും പിന്നെ ഇത് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു, മീറ്റ് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കൂടെ ഒരു ഫ്രഷ് ലൈമും കൂടി, അതായത് നമ്മൾ കഴിച്ചത് ഗ്രേപ്പ് ഫ്രഷ് ലൈമാണ്. അങ്ങനെ അതും കൂടി നമ്മൾ കഴിച്ച് ഉഷാറാക്കി. വിലയുടെ കാര്യത്തിലൊക്കെ മാന്യമായ വില തന്നെയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഹോട്ടലാണ്. ഞാനതിൻ്റെ വിലയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത്ര ഐറ്റംസ് ഇവിടെയുണ്ട്. ഇത് മെനു കാർഡാണ്. നമ്മൾ കഴിച്ച സാധനം ഈ കാണുന്ന സ്വീറ്റ് ആൻഡ് സ്പൈസി ചിക്കൻ 490 രൂപ എന്ന് കണ്ട ഗ്രില്ലിൻ്റെ ഭാഗത്ത്, അതാണ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അത് ഈ കാണുന്ന ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വിലയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചെന്നുള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾക്കത് നോക്കുമ്പോൾ തന്നെ ബോർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ആവറേജ് പ്രൈസ് തന്നെയാണ് ഈ കടയിൽ ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ കട വരുന്നത് അഷ്ടമിച്ചിറയിലാണ് കേട്ടോ. അഷ്ടമിച്ചിറ ഒരു പമ്പില്ലേ, സെൻറ്റർ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് മാള വഴിക്ക് പോയത്, മാള വഴിക്ക് പോകണ ഇറക്കാണ്. കാണുമ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിലൊരു പമ്പുണ്ട്, കഴിഞ്ഞ വഴിക്കാണ്. നല്ല വൃത്തിയുള്ള ഹോട്ടലാടാ. ഇരിപ്പടായാലും മൊത്തത്തിലുള്ള ആംബിയൻസ് ആയാലും ഒക്കെ നല്ല രസമുണ്ട്, നല്ല വൃത്തിയുണ്ട്. ഭക്ഷണമാണ് കേട്ടോ ഞാൻ മെയിനായിട്ട്. ആംബിയൻസ് ഒരു കാര്യം, നമുക്ക് ഫുഡ് വൃത്തിയുള്ളതായിരിക്കുക എന്നുള്ളതല്ല, അതാണ് ഇൻറ്റീരിയറിലെ ആംബിയൻസ്. നല്ല വൃത്തിയുള്ള ഒരു സെറ്റപ്പ്.
ഇവിടെയാണ് സംഭവം, അട്ടമച്ചിറയിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ എവിടുന്നെങ്കിലും വന്നിട്ട് ഇവിടെ കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അട്ടമച്ചിറയ്ക്ക് അടുത്തേക്കാണെങ്കിൽ നിങ്ങൾക്കത് മുതലാവും. നല്ല നല്ല ഭക്ഷണം, നല്ല വൃത്തിയുള്ള റെസ്റ്റോറൻറ്റ്, മാന്യമായ പ്രൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ പങ്കുവെച്ചോട്ടാ.